വൈകി കല്യാണം കഴിക്കുന്ന ആളുകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കുട്ടികളില്ലാത്തവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളത് അങ്ങനെയുണ്ടോ? അത് ആക്ച്വലി ഒരു റിസ്ക് ഫാക്ടർ ആയിട്ട് നമ്മൾ പഠിക്കുന്ന നമ്മുടെ കുറച്ച് സ്റ്റഡീസിലുണ്ട്. അതായത് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാത്ത ബ്രസ്റ്റ്സ്, പിന്നെ കുട്ടികളില്ല, 35 കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാവുക, ഫസ്റ്റ് കുട്ടി ഉണ്ടാവുക, യെസ്, അതൊക്കെ റിസ്ക് ഫാക്ടർ ആണ് ആക്ച്വലി. അത് നമ്മൾ പഠിക്കുന്ന കുറച്ച് സ്റ്റഡീസ് ഉണ്ട് പ്രൂവിങ് ദാറ്റ് അങ്ങനത്തെ അതൊരു റിസ്ക് ഫാക്ടർ ആണ്. പ്രോപ്പറായിട്ട് ഈവൻ കുട്ടികൾ ഉണ്ടായിട്ടും പ്രോപ്പറായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്ത അമ്മമാർക്കും ഇതേപോലെ ക്യാൻസർ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത അമ്മമാരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കൂടുതലായിട്ട് ചാൻസ് ഉണ്ട്, സാധ്യത ഉള്ളതാണ്. അത് വെറുതെ ഒരു പറച്ചിലല്ല. തിയറിറ്റിക്കല്ല, ഒരു സ്റ്റഡീസ് വെച്ച് നോക്കുമ്പോൾ ഈ റിസ്ക് കുറച്ച് കൂടി കാണുന്നു. കുട്ടികൾ 2-3 കുട്ടികളുള്ളവർക്ക് സാധ്യത കുറവ് അങ്ങനെയുണ്ടോ? ഒരു എണ്ണത്തിൽ പറയണില്ല, ഇല്ല. പ്രസവിക്കാത്ത അമ്മമാർക്ക് പ്രോപ്പറായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്ത അമ്മമാർക്ക് റിസ്ക് കൂടുതൽ. എന്തായാലും ക്യാൻസർ വന്നു, ഇനിയിപ്പോൾ മരിക്കും എന്ന് വിചാരിച്ച് ഈ മുഴ കാണിക്കാതിരിക്കുന്ന ആളുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ തന്നെ അടുത്തുള്ള ഒരു അമ്മാമ്മ അങ്ങനെ വന്നിട്ട് അവർ പറഞ്ഞില്ല, അവസാനം അത് പൊട്ടിക്കഴിഞ്ഞിട്ട് അവർക്ക് ഒരിക്കലും ഹീൽ ചെയ്യാൻ പറ്റില്ല. അവർ മരിക്കണവരെ അതിടന്ന് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നു. അതെന്താ അങ്ങനെ? ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ബ്രസ്റ്റ് ക്യാൻസർ വന്നു, ആൾ മരിച്ചു, ബ്രസ്റ്റ് ക്യാൻസർ വന്നു, ഇന്നാൾ മരിച്ചു എന്ന് മാത്രമേ രേണു ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ. ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് 100% ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഏർലി നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുഴ വന്നു, എൻ്റെ ജീവിതം തീർന്നു എന്ന് പറഞ്ഞ് അത് ഹൈഡ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു വ്യക്തിയെ അത് രക്ഷപ്പെടുത്താൻ പറ്റുന്ന ആ സ്റ്റേജിൽ നിന്ന് മറിഞ്ഞു പോകും. അപ്പം എന്തെങ്കിലും ഒരു സംശയം, അത് മുഴയായിക്കോട്ടെ, എന്തെങ്കിലും ഒരു ചേഞ്ചസ് ആയിക്കോട്ടെ, കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് അത് ഇവാലുവേറ്റ് ചെയ്ത് ഇൻ കേസ് അത് ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ നേരത്തെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100% കംപ്ലീറ്റ് ആയിട്ട് അത് ക്ലിയർ ചെയ്ത് ബ്രസ്റ്റ് പോലും റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ആ മുഴ മാത്രം എടുക്കുക, അതേപോലെ തന്നെ അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു കഴലകൾ മാത്രം റിമൂവ് ചെയ്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് സർജറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കീമോതെറാപ്പി ചിലപ്പം എല്ലാ പേഷ്യൻസിനും ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരുപാട് ഹോർമോണൽ തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി ഒക്കെ അവൈലബിൾ ആണ്. അപ്പം ഈ പറഞ്ഞ കീമോയെ പേടിയുണ്ടോ, അല്ലെങ്കിൽ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുമെന്നുള്ള പേടിയുണ്ടോ, മരിച്ചു പോകുമെന്നുള്ള പേടിയുണ്ടോ, ആരും ഇതിനെ ഡോക്ടറിനെ കാണിക്കാതിരിക്കരുത്. അങ്ങനെ കാണിക്കാതിരിക്കുമ്പോൾ പിന്നെ വരുന്നതാണ് ഇപ്പം രേണു പറഞ്ഞത്, സ്കിന്നിലേക്ക് വന്ന് ഇൻഫിൽട്രേറ്റ് ആയി, അത് അൾസറായി, അത് പക്ഷേ അപ്പോൾ ഭയങ്കര ഒത്തിരി പ്രോഗ്രഷൻ ഉണ്ടായി, പ്രോബബ്ലി അത് വേറെ ഓർഗൻസിലേക്കും പോയി, പിന്നെ നമുക്ക് അതിനെ മാറ്റിയിട്ടും അങ്ങനെ ആവുമ്പോഴാണ് ഈ പറഞ്ഞ ഒരു